അനുമോളുടെ പുതിയ PR അനുമോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പൈസ ഇട്ട് കൊടുത്തിട്ടോ. അപ്പൊ ഇതാക്കണ് പൊറോട്ടയും ബീഫ് ഫ്രൈയും എല്ലാ സാധനങ്ങളും അടിച്ചോണ്ടിരിക്കട്ടോ. എന്താ പറയാളെ പിയ? അനാവശ്യം പറയരുത്. അനാവശ്യം നീ യൂട്യൂബിലിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാ പിന്നെ അനാവശ്യമായിട്ട് തോന്നുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. അതായത് ലാസ്റ്റ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടു. കാരണം ഒരു കാര്യമില്ലാതെ റീ എൻട്രി ആയിട്ട് വന്നിട്ട് ആ പെണ്ണിന്റെ മെക്കിട്ട് കയറുന്ന കണ്ടപ്പം ഞാൻ നോർമലി അറിയാലോ, ഞാൻ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോ ഇടുന്ന ആളല്ല. എനിക്ക് ആ ഒരു സംഭവം നടക്കുന്നതിന് മുൻപ് വരെ ഞാൻ അനീഷേട്ടൻ തന്നെ, അല്ലെങ്കിൽ അനീഷ് തന്നെ കപ്പെടുക്കണം എന്നായിരുന്നു ഞാൻ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അനീഷിന് തന്നെയാണ്. പക്ഷേ നെവിന് വോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെവിനെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. പക്ഷെ നെവിൻ കപ്പെടുക്കില്ല എന്ന് അറിയായിരുന്നു. സോ അതുകൊണ്ട് അനീഷ് വിന്നറാവണമെന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ അന്ന് അങ്ങനെ ഒരു സീൻ നടന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ ഒരു സ്ഥാനത്ത് ഞാൻ എന്നെ ചിന്തിച്ചു. ഇപ്പൊ ഞാനാണ് അവിടെ ഉണ്ടായിട്ട് എന്നെയാണ് അങ്ങനെ ഒരു കാര്യമില്ലാതെ അല്ലെങ്കിൽ നമ്മളെ മനഃപൂർവ്വം മെന്റലി ടാർഗറ്റ് ചെയ്ത് തളർത്താൻ നോക്കിയാൽ ഞാൻ ചിന്തിക്കുക എന്താ എന്നാ ജയിച്ച് തന്നെ കാണിക്കണം അല്ലേ. നമ്മൾ അത്രയും നമ്മളെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കണം. സോ ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ. തളർത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മുന്നിൽ ആ പെൺകുട്ടി ജയിച്ച് കാണിച്ചു കൊടുക്കണം. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അനുമോളോടുള്ള ഇഷ്ടക്കൂടുതലോടൊന്നും അല്ല പറഞ്ഞത്. പക്ഷേ അനീഷ് പുള്ളി എനിക്ക് ആ ഒരു മൊമെന്റിൽ എനിക്ക് വിഷമമായി. കാരണം ആള് സെക്കൻഡ് വന്നിട്ട് പോലും ആൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ആകെ 1.5 ലക്ഷത്തിന്റെ ഒരു ഫോൺ എന്താ കൊടുത്തിരിക്കുന്നത്. പിന്നെ പുള്ളി ആ സമയത്ത് നിന്ന എമൗണ്ടും. പക്ഷെ ആര്യൻ അവിടെ നിന്ന് ഔട്ടായി പോയൊരു വ്യക്തിയാണ്. ആര്യന് വരെ ടാസ്കിൽ ജയിച്ചോണ്ടാണ്, അതിപ്പോ പറയാതെ വയ്യ, പുള്ളിയുടെ കഴിവുകൊണ്ട് തന്നെയാണ്. എന്നാലും 5-6 ലക്ഷം രൂപ വരുന്ന ഒരു ഡയമണ്ട് നെക്ലസ് കൊടുത്തിട്ടുണ്ട് ആര്യന്. അപ്പൊ എന്തുകൊണ്ട് സെക്കൻഡ് പൊസിഷനിൽ വന്ന, അതും ഇത്രയും കോമൺ മാൻ ആയിട്ട് വന്നിട്ട് ഒരു സെക്കൻഡ് പൊസിഷൻ വരെ എത്തി ഡിസർവിങ് ആയ ഒരു വ്യക്തിയാണ് അനീഷ്. സോ അതുപോലൊരു വ്യക്തിക്ക് എന്തുകൊണ്ട് ഒന്നെങ്കിൽ കാറാനും ഓൾറെഡി 43 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അതെ, ഞാൻ ചിന്തിച്ചു ആ കാറ് സെക്കൻഡ് വിന്നർക്ക് കാറ് കൊടുക്കായിരുന്നു, അനീഷിന് കാറ് കൊടുക്കായിരുന്നു. എന്നാലും നമുക്ക് അത്ര ഫീലിംഗ് വരില്ല. ഇതിപ്പോ ഒരു ഫോണും കൊടുത്തു, നൈസായിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് മൈജി നൈസായിട്ട് ഒഴിവാക്കി. അതിൽ വേറെ രസം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർ തമ്മിലുള്ള കോർഡിനേഷനിൽ വന്ന മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. കാരണം ഷാജിക്ക ആദ്യമേ ചാടിക്കേറി പറഞ്ഞു അനീഷിന് കൊടുക്കുകയാണ്, അനീഷിന്റെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും. അപ്പൊ തന്നെ ഞാൻ എന്റെ കെട്ടിയവനോട് പറഞ്ഞു വിട്ടത് അനീഷ് സെക്കൻഡ് ആണ്, അനുമോള് തന്നെയായിരിക്കും ഫസ്റ്റ് എന്ന്. കാരണം നോർമലി അത് വിന്നർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പുള്ളി അത് പറഞ്ഞിരുന്നെങ്കിൽ അത്ര എഫക്റ്റ് വരില്ലായിരുന്നു. ഇത് ആദ്യമേ പറഞ്ഞു അനീഷിന് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ പുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി പുള്ളിനെ നൈസായിട്ട് ഒഴിവാക്കി എന്നുള്ളത്. എനിവേ ഇവര് പറയുന്നത് വൻ ഭൂരിപക്ഷത്തോടു കൂടി അനു ജയിച്ചു എന്നാണ് പറയുന്നത്.